السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفة فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയരായ വിശിഷ്ടാതിഥികളെ, സംഘടനാ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മഹത്തായ പാഥേയമൊരുക്കിയ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആധുനിക പ്രവർത്തന രൂപമായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനു കീഴിലാണ് ഇന്നിൻ്റെ സായാഹ്നത്തിൽ ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ചരിത്രമുറങ്ങുന്ന രാമന്തളിയുടെ മണ്ണിൽ ചിന്തിക്കുന്ന സമൂഹത്തിന് മുമ്പിൽ ആധുനികമായ പ്രശ്നങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് പറയാനുള്ള കാര്യങ്ങളെ നിങ്ങൾ സാഗൂതം ശ്രദ്ധിക്കണമെന്നാണ് എല്ലാം കേൾക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന സഹൃദയരായ ഈ നാട്ടിലെ മാന്യ സഹോദരങ്ങളോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. സഹോദരങ്ങളെ, നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യർ എന്ന പേര് നമുക്ക് ലഭിക്കാൻ കാരണം നാം മനനം ചെയ്യാൻ കഴിവുള്ളവരാണ് എന്നതുകൊണ്ടാണ്. മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തയും യുക്തിയും വിചാരവും വികാരവും ുള്ളവരാണ് നമ്മൾ. എന്തിനു വേണ്ടിയാണ് മനുഷ്യ ജീവിതം എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. ഇവിടെ സമ്പന്നരുണ്ട്, ദരിദ്രരുണ്ട്, സാക്ഷരരുണ്ട്, നിരക്ഷരരുണ്ട്, ധനികരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. വൈവിധ്യങ്ങളുടെ മൂർത്തരൂപമായ മനുഷ്യലോകം. ഇവിടെ വ്യത്യസ്ത സ്വഭാവങ്ങളും വിവിധ വർണ്ണങ്ങളും വിവിധ ഭാഷകളുമൊക്കെയുള്ള മാനവ ലോകത്ത് എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ്റെ ഈ ജീവിതം എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ടാണ് മഹാന്മാരായ പ്രവാചകന്മാർ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. കേവലം ഭക്ഷണം കഴിച്ച് സുഖിച്ച് കുടിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് അങ്ങനെ മുന്നോട്ട് നീങ്ങാനുള്ളതാണോ ജീവിതം? ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്? വിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തിന് നന്മയുടെ വെളിച്ചം സങ്കലിത ബീജത്തിൽ നിന്ന് അഥവാ സ്പേമും ഓവവും ചേർന്ന സൈഗോട്ടിൽ നിന്ന് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ താല്പര്യം എന്താണ്? പരീക്ഷണമാണ് എന്നതാണ്. അവനെ കാണാനും കേൾക്കാനും കഴിവുള്ളവനാക്കി നാം സൃഷ്ടിച്ചത് പരീക്ഷണത്തിന് വേണ്ടിയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നന്മയും തിന്മയുമുള്ളതാണ് ഈ ലോകം. സത്യവും അസത്യവും നിലനിൽക്കുന്നതാണ് ഈ ലോകം. ധർമ്മവും അധർമ്മവും നീതിയും അനീതിയും നിലനിൽക്കുന്ന ഈ ലോകത്ത് ആരാണ് സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ നീതിയുടെ വഴിയിൽ സഞ്ചരിക്കുന്നത്, ആരാണ് അസത്യത്തിൻ്റെ വഴിയെ തെരഞ്ഞെടുക്കുന്നത് എന്ന പരീക്ഷണമാണ് ഈ ലോകം എന്നാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ നന്നാകണം. കാരണം അഴിമതിയില്ലാത്ത, അക്രമമില്ലാത്ത, അരാജകത്വമില്ലാത്ത, ശാന്തി കളിയാടുന്ന ഒരു ലോകം നിലനിൽക്കണമെന്നത് മുഴുവൻ മനുഷ്യരുടെയും താല്പര്യമാണ്. പക്ഷെ അതെങ്ങനെ സാധ്യമായി തീരും? മനുഷ്യരെ നന്നാക്കാനുള്ള മാർഗം എന്താണ്? എല്ലാവരും ഒരേ തരത്തിലുള്ള ഭക്ഷണം കഴിച്ചാൽ മനുഷ്യർ നന്നാകുമോ? എല്ലാവരും ഒരേ വിധത്തിലുള്ള വസ്ത്രം ധരിച്ചാൽ മനുഷ്യർ നന്നാകുമോ? എല്ലാവരും ഒരേ നിറമുള്ള കൊടി പിടിച്ചാൽ മനുഷ്യർ നന്നാകുമോ? ഇല്ല എന്നതാണ് സത്യം. കാരണം മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരാശയമുണ്ട്, ഒരു വസ്തുതയുണ്ട്. അത് അവൻ്റെ ദേഹങ്ങൾക്കപ്പുറത്തുള്ള അവൻ്റെ ദേഹിയാണ്. അഥവാ
ശരീരത്തിനപ്പുറത്തുള്ള ആത്മാവാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ ജീവിതത്തിൽ വിജയിച്ചിരിക്കുന്നു, അതിനെ കളങ്കപ്പെടുത്തിയവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ആത്മാവിനെ സംസ്കരിക്കലാണ് ജീവിതത്തിലെ വിജയത്തിന്റെ മാനദണ്ഡമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ സംസ്കരണം എങ്ങനെ സാധ്യമാകും? അത് വിശ്വാസത്തിലൂടെ മാത്രമാണ്. കാരണം മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, അവന്റെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത്, അവന്റെ പ്രവർത്തനങ്ങൾക്ക് ഊടും പാവും നൽകുന്നത് വിശ്വാസമാണ്. അതുകൊണ്ട് നമുക്കറിയാം, ലോകത്തിന് ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾ നടക്കുന്നതും വിശ്വാസത്തിന്റെ പേരിലാണ്. എത്ര വിദ്യാഭ്യാസമുണ്ടായെങ്കിലും, എത്ര സാംസ്കാരികമായ പുരോഗതി നേടിയെടുത്താലും മനുഷ്യൻ പലപ്പോഴും വിശ്വാസരംഗത്തുള്ള ചൂഷണങ്ങൾക്ക് വിധേയമായി തീരാറുണ്ട്. അതുകൊണ്ട് ചൂഷണമുക്തമായ ഒരു വിശ്വാസം മനുഷ്യൻ മുറുകെ പിടിക്കണം. വിശ്വാസത്തിന്റെ ആധാരം എന്താണ് നമുക്കറിയാം, ദൈവവിശ്വാസമാണ്. ലോകത്ത് വ്യത്യസ്ത മതങ്ങളുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഒരുപാട് മതങ്ങൾ. ഈ മതങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവവിശ്വാസമാണ്. പക്ഷേ ആ ദൈവവിശ്വാസത്തിന്റെ പേരിലാണ് മനുഷ്യർ കലഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ സാധ്യമാകുന്ന ലളിതമായ ഒരാശയം, ഏറ്റവും സുന്ദരമായ ഒരു വസ്തുത, അതാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ദൈവവിശ്വാസം. നിങ്ങൾ മനുഷ്യരായതുകൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ നൽകപ്പെട്ടതുകൊണ്ട്, ബുദ്ധിയും വിവേകവും നൽകപ്പെട്ടതുകൊണ്ട് ലോകത്തെ ഒന്ന് പഠിക്കാൻ, മനനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സത്യമുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ വൽഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മായിൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ വതസ്രീഫിർ റിയാഹ് വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർള് ലആയാതിൽ ലിഖൗമി യഅഖിലൂൻ. ഖുർആൻ 2-ാമത്തെ അധ്യായത്തിൽ 164-ാമത്തെ വചനത്തിൽ ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ 7ഓളം അത്ഭുതങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അവയെക്കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യനോട് ആവശ്യപ്പെടുകയാണ്. ഒന്ന്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. ആരാണ് ഈ പ്രപഞ്ചത്തെ അണിയിച്ചൊരുക്കിയത്? അഖിലാണ്ട മണ്ഡലത്തെ അണിയിച്ചൊരുക്കിയിട്ടുള്ളത് ആരാണ്? അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഏതാണ്? ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ വസ്തുക്കളിലും കാണാൻ സാധിക്കുന്ന കരവിരുത് ആരുടേതാണ്? 2, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി സംഭവിക്കുന്നു. ആരാണിത് ചെയ്യുന്നത്? വൽഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ്, മനുഷ്യർക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുടെ ചലനം ആരാണ് അവയെ നിയന്ത്രിക്കുന്നത്? അതേപ്രകാരം വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാ, വാനലോകത്ത് നിന്ന് വർഷിക്കപ്പെടുന്ന മഴത്തുള്ളി, കത്തുന്ന വാതകവും കത്താൻ സഹായിക്കുന്ന വാതകവും അഥവാ ഓക്സിജനും ഹൈഡ്രജനും കൂടിച്ചേരുമ്പോൾ തീയക്കെടുത്തുക എന്ന സ്വഭാവമുള്ള വെള്ളമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ സൃഷ്ടിപ്പിന്റെ കാരണം ആരാണ് ഒരുക്കിയത്? ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, ആ വെള്ളം സ്വീകരിച്ച് ഭൂമിയിൽ പൊട്ടിമുളയ്ക്കുന്ന ഈ സസ്യലതാദികൾ, ഈ ഭൂമി സചേതനമായി മാറുന്നു. അതേ പ്രകാരം തന്നെ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ, വ്യത്യസ്തങ്ങളായ ജന്തുജാലങ്ങളെ ഈ ഭൂമിയിൽ വിരാജിക്കുകയും ചെയ്തിരിക്കുന്നു. അതേ പ്രകാരം ആകാശഭൂമികൾക്കിടയിൽ നിയന്ത്രിതമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന മേഘങ്ങളുടെ ചലനം, കാറ്റുകളുടെ പ്രവാഹം, ഇങ്ങനെ 7ഓളം വരുന്ന പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ മുന്നിൽ വെച്ചിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നു, ലആയാതിൽ ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. രാവും പകലും മാറി മാറി സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇരുളും വെളിച്ചവും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മഴ വർഷിക്കപ്പെടുന്നതും ഭൂമിയിൽ നിന്ന് ഭൂമിയുടെ ആകർഷണ ബലത്തെ അതിജയിച്ചുകൊണ്ട് മേലോട്ട് ചെടികൾ വളരുന്നതും എന്തുകൊണ്ടാണ്? ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഏതാണ്? ആ ഒരു ശക്തിയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വർഗീയതയില്ലാതെ, വിഭാഗീയതയില്ലാതെ സകല മനുഷ്യർക്കും വായു നൽകുന്ന, സകല മനുഷ്യർക്കും വെള്ളം നൽകുന്ന, പ്രപഞ്ചത്തിന്റെ നിയന്താവും സൃഷ്ടാവും സംരക്ഷകനുമായ ഏകനായ സർവേശ്വരൻ അല്ലാഹു റബ്ബുൽ ആലമീൻ.
ആ നാഥനോടാണല്ലോ, ആ ഏകനായ ദൈവത്തോടാണല്ലോ രാവിലെ ബെല്ലടിച്ചാൽ നമ്മുടെ നാട്ടിലെ സ്കൂളിലെ കുട്ടികൾ 10 മണിക്ക് ബെല്ലടിച്ചാൽ മതത്തിന്റെ വ്യത്യാസമില്ലാതെ, ജാതിയുടെ വ്യത്യാസമില്ലാതെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നത്. അഖിലാണ്ട മണ്ഡല മണിയിച്ചൊരുക്കിയ, അതേ പ്രകാരം തന്നെ ലോകൈക നായക സർവസംരക്ഷക എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏകനായ ദൈവം, ആ ദൈവത്തെക്കുറിച്ച്, ആ സൃഷ്ടാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നാഥൻ പറയുകയാണ്, മനുഷ്യൻ ചൂഷണം ചെയ്യപ്പെടുന്ന വിശ്വാസരംഗം, ആരാധനാരംഗം നിങ്ങൾക്ക് ഏവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു വിശ്വാസ പ്രമാണമുണ്ട്, ഒരു ആരാധനാ രീതിയുണ്ട്. ഏതാണത്? യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുക. അപ്പോഴാണ് ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷ്മത ബോധമുള്ളവരായിത്തീരുന്നത്. വായു നൽകിയത് ആ റബ്ബാണെങ്കിൽ, വെള്ളം നൽകിയത് ആ നാഥനാണെങ്കിൽ, ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാം, വീടും കുടുംബവും എല്ലാം നൽകിയത് ആ നാഥനാണെങ്കിൽ, കാരുണ്യവാനായ ആ റബ്ബ് മനുഷ്യനോട് ആവശ്യപ്പെടുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ആ മനുഷ്യൻ ദിവസം 17 തവണ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവത്തിന്റെ മുകളിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സൂറത്തു ഫാത്തിഹയിലും എന്താണ് പറയുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഏറ്റവും ലളിതമായ ഈ വിശ്വാസ പ്രമാണം, ഈ ആരാധനാ സത്യം മനുഷ്യരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നു. എന്നാൽ മനുഷ്യരിൽ ഒരു വിഭാഗം ഇതിനെ നിഷേധിക്കുകയാണ്. 2-ാമത്തെ അധ്യായം 28-29 വചനങ്ങൾ. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാത ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. നിങ്ങൾക്ക് ജീവനില്ലാതിരുന്ന അവസ്ഥയിൽ, ചേതനയറ്റ അവസ്ഥയിൽ നിങ്ങൾക്ക് ജീവൻ നൽകിയത് നിങ്ങളുടെ റബ്ബാണ്. അതേ പ്രകാരം തന്നെ നിങ്ങളെ വീണ്ടും മരിപ്പിക്കുന്നതും മരണശേഷം വീണ്ടും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും എല്ലാം ആ റബ്ബാണ്. അവനിലേക്കാണ് നിങ്ങൾ മടങ്ങുന്നത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നിഷേധിക്കുക? ആ അള്ളാഹു നൽകിയ വെള്ളം കുടിച്ച് എന്ത് ദൈവം എന്ന് എങ്ങനെയാ നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുക? ആ ദൈവം നൽകിയ, ആ റബ്ബ് നൽകിയ ഭൂമിയുടെ പ്രതലത്തിൽ ജീവിച്ച് സൂര്യന്റെ ചൂടും പ്രകാശവും ആസ്വദിച്ച് ജീവിക്കുമ്പോൾ എന്ത് ദൈവം, എന്ത് പടച്ചവനെന്ന് എങ്ങനെയാ നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുക? കാരണം നാം ഓരോരുത്തരും വരുന്നതിന് മുമ്പേ ഈ ഭൂമിയെ സുന്ദരമായ ഒരു തൊട്ടില് പോലെ അണിയിച്ചൊരുക്കിയവനാണ് ലോകത്തിന്റെ രക്ഷിതാവായ കാരുണ്യവാനായ തമ്പുരാൻ. നമ്മൾ വരുന്നതിന് മുമ്പേ നമുക്ക് ആഹരിക്കാനുള്ള ഭക്ഷണം ഇവിടെ ഒരുക്കി വെച്ചവനാണ് കാരുണ്യവാനായ ലോകത്തിന്റെ രക്ഷിതാവായ തമ്പുരാൻ. അതുകൊണ്ട് മനുഷ്യൻ കാണിക്കുന്ന ഏറ്റവും വലിയ അക്രമം ഏതാണ്? ആ ദൈവത്തെ നിഷേധിക്കലാണ്, ആ പടച്ചവനെ നിഷേധിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഈ പ്രപഞ്ചത്തിൽ സകല വസ്തുക്കളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സത്യമുണ്ട്. ഏതാണ് ആ സത്യം? എല്ലാം ഒരു നിശ്ചിത വ്യവസ്ഥക്ക് കീഴൊതുങ്ങിക്കൊണ്ടാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന സത്യം നമുക്കറിയാം. 2024 കലണ്ടർ 2023 അവസാനിക്കുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മളൊക്കെ വാങ്ങിവെച്ചിട്ടുണ്ട്, നമ്മുടെ വീടുകളിൽ തൂക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 2024 ജനുവരി 1 ഇത്ര മണിക്ക് ഇത്ര സെക്കൻഡിന് സൂര്യൻ ഉദിക്കുമെന്ന് നേരത്തെ തയ്യാറാക്കിയ കലണ്ടറിൽ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്? കാരണം ആ സൂര്യൻ കൃത്യമായ ഒരു നിയമവ്യവസ്ഥയെ പാലിച്ചുകൊണ്ടാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രഗ്രഹണം എപ്പോൾ സംഭവിക്കുമെന്ന് എന്തുകൊണ്ടാ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കലണ്ടറിൽ രേഖപ്പെടുത്താൻ കഴിയുന്നത്? ആ ചന്ദ്രൻ കൃത്യമായ ഒരു നിയമവ്യവസ്ഥയെ പാലിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇവിടെ ഒരു കോഴിമുട്ട അടവെച്ചാൽ അത് വിരിയുന്നത് കൃത്യമായ ഒരു സമയത്തിനുള്ളിലാണ്. ആ കോഴിമുട്ടക്കുള്ളിൽ ഒരു ബീജം അത് വളർന്നു വന്ന് കുഞ്ഞായി രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായി ഏതൊരു പ്രൊഡക്ഷൻ നടക്കുമ്പോഴും ഒരു വേസ്റ്റ് ഉണ്ടാകണം. കോഴിമുട്ടക്കുള്ളിൽ അങ്ങനെ തന്നെയാണ്. അവിടെ വലിയ ഒരു പ്രൊഡക്റ്റീവായ പ്രവർത്തനം നടക്കുന്നുണ്ട്. സ്വാഭാവികമായി ഒരു വേസ്റ്റ് ഉണ്ടാകണം. ആ വേസ്റ്റ് എങ്ങനെയാ പുറത്തു പോവുക? അത്ഭുതകരമായ കാര്യം, കോഴിക്കുഞ്ഞ് മുട്ടക്കുള്ളിൽ രൂപപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് കോഴിക്കുഞ്ഞിൻ്റെ വയറിനകത്ത് നിക്ഷേപിക്കപ്പെടുന്നു എന്നാണ്. അതുകൊണ്ട് മുട്ടത്തോട് പൊട്ടിക്കുഞ്ഞ് പുറത്തു വരുമ്പോൾ ഉടനെ തന്നെ അത് വിസർജിക്കുന്നു. ആ വിസർജനം എവിടെ നിന്ന് വന്നതാ? നേരത്തെ അത് ഭക്ഷണം കഴിച്ചിട്ടില്ല, മറിച്ച്
കോഴിമുട്ടത്തോടിനുള്ളിലുണ്ടായ ജൈവ പ്രക്രിയയിൽ രൂപപ്പെട്ട വേസ്റ്റ് കോഴിക്കുഞ്ഞിൻ്റെ ശരീരത്തിനുള്ളിൽ പാക്ക് ചെയ്യപ്പെട്ടു. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ അത് പുറത്തേക്ക് വരികയും ചെയ്തു. കൃത്യമായി 21 ദിനമെന്ന കാലയളവിനുള്ളിൽ എങ്ങനെ ഇത് സംഭവിക്കുന്നു? ലോകത്തെ എല്ലാം കണിശമാണ്, കൃത്യമാണ്. കാരണം അവയൊക്കെയും സൃഷ്ടാവായ നാഥന്റെ നിയമാവലിയെ പാലിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ആ നിയമാവലിയെ പാലിക്കുന്നതിനെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഏകനായ നാഥന്റെ നിയമാവലിയെ ജീവിതത്തിൽ പാലിച്ചു ജീവിക്കുന്ന മനുഷ്യന് അറബി സാങ്കേതിക ഭാഷയിൽ പറയുന്ന പേരാണ് മുസ്ലിം എന്ന്. അല്ലാതെ ദേഹത്ത് നിന്ന് എവിടെയെങ്കിലും ഒരല്പം തൊലി നീക്കിയാൽ ഒരാൾക്കുണ്ടാകാൻ സാധിക്കുന്ന ഒന്നല്ല ഇസ്ലാം എന്നത്. അല്ലെങ്കിൽ കനേഷുമാരിയുടെ കോളത്തിൽ പേരെഴുതുന്നിടത്ത് ജാതിയുടെ മതത്തിൻ്റെ പേരെഴുതിയാൽ അങ്ങനെ ഒരാൾക്കാകാൻ സാധിക്കുന്ന ഒന്നല്ല. മറിച്ച് സൃഷ്ടാവ് ആരാണോ ആ സൃഷ്ടാവിനോട് മാത്രം പ്രാർത്ഥിച്ച്, ആ സൃഷ്ടാവ് എന്ത് കുടിക്കണമെന്ന് കൽപ്പിച്ചോ അത് മാത്രം കുടിച്ച്, എന്ത് കുടിക്കരുതെന്ന് കൽപ്പിച്ചോ അത് ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച്, ലൈംഗിക ജീവിതത്തിൽ എന്ത് ആകാമെന്ന് പഠിപ്പിച്ചോ അത് മാത്രം ചെയ്ത്, എന്താകരുതെന്ന് പഠിപ്പിച്ചോ അതിൽ നിന്ന് വിട്ടുനിന്ന് ജീവിതത്തിൻ്റെ ആദാന പ്രധാനങ്ങളിൽ, കൊള്ളക്കൊടുക്കകളിൽ, ഇടപാടുകളിൽ, സംസാരങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ എന്ന് തുടങ്ങി സൂക്ഷ്മവും സ്ഥൂലവുമായ സകല തലങ്ങളിലും സൃഷ്ടാവായ ഏകനായ റബ്ബിൻ്റെ, അള്ളാഹുവിൻ്റെ നിയമാവലികളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് സൂര്യൻ ചെയ്യുന്ന പോലെ, ചന്ദ്രൻ ചെയ്യുന്ന പോലെ, നക്ഷത്രങ്ങൾ ചെയ്യുന്ന പോലെ, മരങ്ങളും മൃഗങ്ങളും ചെയ്യുന്നത് പോലെ റബ്ബിന് കീഴൊതുങ്ങുന്ന ഒരു മനുഷ്യനു പറയുന്ന പേരാണ് മുസ്ലിം. ആ സമർപ്പണത്തിന് പറയുന്ന പേരാണ് ഇസ്ലാം. അതുകൊണ്ട് 3-ാമത്തെ അധ്യായം 83-ാമത്തെ വചനത്തിലൂടെ ലോകത്തിന്റെ രക്ഷിതാവ് മനുഷ്യനോട് ചോദിക്കുന്നു, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിൻ്റെ മതമല്ലാത്ത മറ്റേതൊരു മതത്തെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കാരണം വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുള്ള എല്ലാം അവന് മുമ്പിൽ അസ്ലമ, കീഴൊതുങ്ങി. ആ രക്ഷിതാവിൻ്റെ മുമ്പിൽ അവ സമ്പൂർണമായി കീഴൊതുങ്ങിയിരിക്കുന്നു. തൗഅൻ ഔ കർഹ, ഒന്നുകിൽ നിർബന്ധിതമായി അല്ലെങ്കിൽ സ്വമേധയാ. വഇലൈഹി യുർജഊൻ, അവരിലേക്കാണ് അവയൊക്കെയും മടക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇസ്ലാം എന്നത് സമ്പൂർണമായ റബ്ബിന് മുമ്പിലുള്ള, ലോകരക്ഷിതാവിന് മുമ്പിലുള്ള സമർപ്പണമാണ്. ആ സമർപ്പണത്തിൻ്റെ കീഴൊതുങ്ങലിൻ്റെ സന്ദേശമാണ് മഹാന്മാരായ പ്രവാചകന്മാർ അഖിലം ലോകത്തേക്ക് വന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ജീവിക്കുന്ന ആധുനികമായ കാലഘട്ടം ഇത് ടെക്നോളജിയുടെ യുഗമാണ്. ഇത് എല്ലാ വിധത്തിലുമുള്ള പുരോഗതി മനുഷ്യൻ കൈവരിച്ച കാലഘട്ടമാണ്. ഇന്നലകളിൽ സ്വപ്നം കണ്ട പലതും ഇന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഭൗതിക രംഗത്ത് പുരോഗതി നേടിയെങ്കിലും മനുഷ്യൻ ഇന്ന് വലിയൊരു പ്രതിസന്ധിയുടെ വക്കിലാണുള്ളത്. ഒരു ഭാഗത്ത് സാംസ്കാരിക മൂല്യങ്ങളുടെ വിഷയത്തിൽ സംഭവിച്ച അപജയം, നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമാകാത്ത രൂപത്തിൽ വൃത്തികേടുകൾ ലോകത്ത് വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു, അധാർമികതകൾ പെരുകിക്കൊണ്ടേയിരിക്കുന്നു, അധികാരത്തിലുള്ള മത്സരങ്ങൾ, ഭക്ഷണത്തിനു വേണ്ടി, മരുന്നിനു വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകളുടെ തലയിൽ പോലും ബോംബ് കൊണ്ടുപോയിടാൻ തയ്യാറാകുന്ന വിധത്തിലുള്ള ക്രൂരതകൾക്ക് 2 കാലിൽ നടക്കുന്ന സംസ്കാരമുള്ളവൻ എന്നവകാശപ്പെടുന്ന മനുഷ്യൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം. ആ ലോകത്ത് നിന്നുകൊണ്ടാണ് നമുക്ക് സൃഷ്ടാവിൻ്റെ സന്ദേശത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ളത്. ഈ സന്ദേശം ലോകത്തേക്ക് നിയുക്തരായ സകല പ്രവാചകന്മാരും പഠിപ്പിച്ച ഈ ആശയം വളരെ പഴക്കമുള്ളതാണ്. പക്ഷേ പഴക്കമുള്ളതാണ് എന്നതുകൊണ്ട് ഇത് പഴഞ്ചനായി മാറുകയില്ല. കാരണം ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യനും പകർത്താൻ സാധിക്കുന്ന ഏറ്റവും ലളിതമായ, സുന്ദരമായ ഒരു ആശയമാണിത്. നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വലിയ ഒരു വസ്തുതയാണല്ലോ നമുക്കറിയാം ലിബറലിസം എന്നത്. സ്വതന്ത്രതാവാദം എന്ന് പറയും. അത് കേൾക്കാൻ ഏറെ ഇമ്പമുള്ള ഒരു വാക്കാണ്. എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മതം മനുഷ്യന്റെ മുമ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, മതം മനുഷ്യന്റെ മുമ്പിൽ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ്. എല്ലാ രംഗത്തും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ തടയുകയാണ് മതം ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇസ്ലാം ചെയ്യുന്നത്. മനുഷ്യന്റെ ആവശ്യം സ്വാതന്ത്ര്യമാണ്. എൻ്റെ ഇഷ്ടം പോലെ, മൈ ചോയ്സ്, മൈ റൈറ്റ്, എൻ്റെ അവകാശം, എൻ്റെ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ സാധിക്കണം. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളൊരു വാക്കുണ്ടായിരുന്നു, ഒരാളുടെ കൈ വീശാനുള്ള സ്വാതന്ത്ര്യം മറ്റേയാളുടെ മൂക്ക് തുടങ്ങുന്നിടത്ത് അവസാനിക്കും എന്നത്.
ഒരു സത്യമാണ്, ഒരു സാമൂഹ്യ സത്യമാണത്. പക്ഷെ ഇവിടെ ലിബറലിസം എന്ന ആശയം നമുക്കറിയാം, അത് ലോകത്തിൻ്റെ മുമ്പിൽ കടന്നു വന്നത് 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിന് പ്രചാരം ലഭിച്ചത് കോവിഡ് കാലഘട്ടത്തിൽ വീട്ടിൽ ചടഞ്ഞിരുന്നപ്പോൾ, ഇൻ്റർനെറ്റിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വന്നപ്പോൾ പുതിയ തലമുറയിൽ ഈ ആശയത്തിന് എളുപ്പത്തിൽ പ്രചാരം ലഭിച്ചു. ജോൺ ലോക്ക് എന്ന 1632 ജനിച്ച 1704 മരണപ്പെട്ട ഫാദർ ഓഫ് ലിബറലിസം എന്ന പേരിൽ ചരിത്രത്തിൽ പേര് നൽകപ്പെട്ട ഒരു ബ്രിട്ടീഷ് തത്വചിന്തകനാണ് ഈ ആശയം ലോകത്തിൻ്റെ മുമ്പിൽ ഒന്നാമതായി അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് ശേഷം ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ആഡം സ്മിത്ത് എന്ന ചിന്തകൻ അതിനെ ഒന്നുകൂടി ഏറ്റെടുത്തു. സർക്കാരുകൾ പോലും ആവശ്യമല്ല, സർക്കാരുകളുടെ ഉത്തരവാദിത്വം മനുഷ്യന് സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കലാണ്. അതുകൊണ്ട് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നുവെങ്കിൽ എ നെസസറി ഈവിൾ എന്നാണ് ഗവൺമെന്റിന് ആഡം സ്മിത്ത് കൊടുത്ത വ്യാഖ്യാനം. മനുഷ്യന്റെ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കപ്പെടണം. ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ, തോന്നിയ പോലെ ജീവിക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ടാകണം. ഇതാണ് ലിബറലിസം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതിനേറെ പ്രചാരം ലഭിച്ചു. റഷ്യൻ വിപ്ലവത്തിന്റെ കാലത്ത്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്ത് ഇതൊക്കെ മുദ്രാവാക്യമായി ഉയർത്തപ്പെടുകയും ചെയ്തു. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും ഇതിൻ്റെ അനന്തരഫലം? നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ ജീവിക്കുക, എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കുക. മനുഷ്യന്റെ ലോകമെന്ന് പറയുന്നത് നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു ലോകമാണ്. നമ്മൾ ഈ പരിപാടി നടത്തുമ്പോൾ മൈക്ക് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ റോട്ടിലൂടെ പോകുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ നമ്മൾ പാലിക്കണം. എന്തുകൊണ്ടാ? നിയമം പാലിക്കപ്പെടുമ്പോഴേ നാട്ടിൽ സമാധാനമുണ്ടാവുള്ളൂ എന്നതാണ്. അത് ഭൗതിക നിയമങ്ങളാണെങ്കിലും മതനിയമങ്ങളാണെങ്കിലും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ നിയമങ്ങളില്ലാത്തൊരു ലോകം, സർവതന്ത്ര സ്വതന്ത്രമായി മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയാൽ എന്താകും സഹോദരങ്ങളെ ലോകത്തിന്റെ അവസ്ഥ? പക്ഷേ ലിബറലിസം, സ്വതന്ത്രതാവാദം എന്ന ഓമനപ്പേരിട്ട് ഈ ഒരാശയമാണ് ഇന്ന് ലോകത്ത് ചില ആളുകൾ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊന്നാമതായി പ്രധാനമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു മേഖല മനുഷ്യന്റെ സെക്സാണ്. ഇസ്ലാമിന് ഈ രംഗത്ത് വളരെ കൃത്യമായി ലോകത്തിന് മുമ്പിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. സെക്സുമായി ബന്ധപ്പെട്ട് ലോകത്ത് 2 കാഴ്ചപ്പാടുകൾ നിലനിന്നിട്ടുണ്ട്. ഒന്ന്, സെക്സ് സർവതന്ത്ര സ്വതന്ത്രമായി തുറന്നു വിടേണ്ടതാണ് എന്ന കാഴ്ചപ്പാട്. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്ന പഴയ പാരഡി ഗാനങ്ങളിൽ നമ്മൾ കേൾക്കുന്ന പോലെ സർവതന്ത്ര സ്വതന്ത്രമായ ഓപ്പൺ സെക്സ്. രണ്ടാമത്തേത് ലൈംഗികത, കുടുംബ ബന്ധം. ഇതൊക്കെ മനുഷ്യന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് മോക്ഷമാർഗം ബ്രഹ്മചര്യമാണ്, പ്രപഞ്ചത്തെ തന്നെ ചരിക്കലാണ്. വിവാഹം ആവശ്യമല്ല, കുടുംബ ബന്ധങ്ങളൊന്നും ആവശ്യമല്ല, സന്യാസ ജീവിതമാണ്. ഇത് 2 വ്യത്യസ്തമായ 2 അറ്റങ്ങളിൽ നിൽക്കുന്ന 2 കാഴ്ചപ്പാടുകളാണ്. അത് പറയുന്ന ആളുകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു, ഇത് 2ഉം അപകടമാണ്. മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ് ലൈംഗികത എന്നത്. കാരണം ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഇണകളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. 36-ാമത്തെ അധ്യായം സൂറത്തു യാസീനിൽ അള്ളാഹു അക്കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം നിങ്ങൾ ആംപ്ലിഫൈ ചെയ്ത് കേൾക്കുന്നതിന് പിന്നിലുള്ളത് ഒരു ഇണതത്വമാണ്. പോസിറ്റീവ്, നെഗറ്റീവ് എന്ന ഇണകൾ. ഇവിടെ ഒരു നാളികേരം ഉണ്ടാകുമ്പോൾ, ഒരു മാങ്ങയുണ്ടാകുമ്പോൾ പൂവിലെ കേസരവും ജനിയും എന്ന 2 ഇണകളുടെ സമായോജനമാണ് ഒരു പുതിയ കായ, ഒരു ഫലം ഉണ്ടാകാൻ കാരണം. ഫാന് കറങ്ങുമ്പോൾ കാന്തിക ധ്രുവത്തിലെ നോർത്ത് പോൾ, സൗത്ത് പോൾ എന്ന ഇണകളുടെ സാന്നിധ്യമാണ് കാന്തികതയ്ക്ക് കാരണം. ഖുർആൻ മനുഷ്യബുദ്ധിയെ തട്ടിയുണർത്തിക്കൊണ്ട് പഠിപ്പിച്ചു, പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനം ഈ ഇണതത്വമാണ്. 36-ാമത്തെ അധ്യായം 36-ാമത്തെ വചനം, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഭൂമി പൊട്ടിമുളപ്പിക്കുന്ന വസ്തുക്കളിലും മനുഷ്യദേഹങ്ങളിലും മനുഷ്യർക്കറിയാത്ത എല്ലാത്തിലും ഇണകളെ സൃഷ്ടിച്ച നാഥൻ എത്ര പരിശുദ്ധനാണ്. സകല വസ്തുക്കളിലും ഇണകളാണുള്ളത്. അതുകൊണ്ട് ഈ ഇണതത്വം മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം. വിവാഹമെന്ന പരിശുദ്ധ കർമ്മത്തിലൂടെ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾ, മാതാപിതാക്കൾക്കിഷ്ടപ്പെട്ട ഉത്തമനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി ഏൽപ്പിച്ചു കൊടുക്കുന്ന, 2 പേർ ചുരുങ്ങിയത് അതിന് സാക്ഷികളായി തീർന്ന് ലോകരക്ഷിതാവിൻ്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന മഹത്തായ ഒരു കർമ്മം വിവാഹം. ആ വിവാഹത്തിലൂടെ മാത്രമേ ഒരു പുതിയ കുടുംബം ഉടലെടുക്കാൻ പാടുള്ളൂ. വിശുദ്ധ ഖുർആൻ സെക്സുമായി ബന്ധപ്പെട്ട രണ്ട് തീവ്രമായ
നേരത്തെ പറഞ്ഞ ലൈംഗികതയെ അടിച്ചൊതുക്കുന്ന സന്യാസം. വറഹ്ബാനിയതൻ ഇബ്തദഊഹാ. മഹാനായ ഈസാ അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ മതത്തിൽ കൊണ്ടുവന്ന പൗരോഹിത്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, വറഹ്ബാനിയതൻ, ഈ പൗരോഹിത്യം, ഈ ബ്രഹ്മചര്യം എന്നത് ഇബ്തദഊഹ, അവർ സ്വയം പടച്ചുണ്ടാക്കിയതാണ്. മാ കതബ്ന അലൈഹിം ഇല്ല ഇബ്തിഗാ റിദ്വാനില്ല ഫമാ റഊഹാ ഹഖ്ക റിആയതിഹാ. അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ഒരിക്കലും ഫമാ റഊഹ ഹഖ്ക റിആയതിഹാ, സ്വയം അവർക്കത് പാലിക്കാൻ സാധിക്കുകയില്ല എന്ന്. കാരണം മനുഷ്യ പ്രകൃതിയാണ് സെക്സ് എന്ന് പറയുന്നത്. അതിനെ നിഷേധിക്കുക എന്നത് മനുഷ്യന് സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. രണ്ടാമത്തേത് 17-ാം അധ്യായം 32-ാമത്തെ വചനത്തിലൂടെ തുറന്ന ലൈംഗികത, ഓപ്പൺ സെക്സ്. വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, അത് മ്ലേച്ഛമായ കാര്യവും വൃത്തികെട്ട വഴിയുമാണ് എന്ന് പഠിപ്പിച്ചു. എന്നിട്ട് മനുഷ്യന്റെ ലൈംഗികതയെ മനുഷ്യന്റെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെടുത്തി യുക്തിമാനായ ലോകത്തിന്റെ രക്ഷിതാവ് വിവാഹത്തിലൂടെ ഇണകൾ ഒന്നിച്ചു ചേരുക, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് 30-ാമത്തെ അധ്യായം 21-ാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിശദീകരിക്കുന്നു, വമിൻ ആയാത്തിഹി, ദൈവിക ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ, താരാപഥത്തിലെ നക്ഷത്രങ്ങളെ പോലെ അള്ളാഹുവിനെ, ലോകത്തിന്റെ സൃഷ്ടാവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹങ്ങളിൽ നിന്നുള്ള ഇണകളെ നൽകിയിരിക്കുന്നു എന്നത്. എന്തിനു വേണ്ടി? എന്താണ് ദാമ്പത്യത്തിന്റെ ലക്ഷ്യം? അടിസ്ഥാനപരമായ ലക്ഷ്യം ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവളിലേക്ക് നിർവൃതി കൊള്ളാൻ, സമാധാനം കണ്ടെത്താൻ. പങ്കുവെക്കലിലൂടെ സന്തോഷത്തിന്റെ ആധിക്യവും പങ്കുവെക്കലിലൂടെ ദുഃഖത്തിന്റെ ലഘൂകരണവും സാധ്യമാകുന്ന വീടെന്ന ആശ്വാസത്തിന്റെ കേന്ദ്രം. അവിടെ ദമ്പതികൾ പരിശുദ്ധമായ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സന്തോഷം പങ്കിട്ടുകൊണ്ട് ഒരു പുതിയ കുടുംബത്തിന് അസ്ഥിവാരമിടുന്ന ധർമ്മനിഷ്ഠമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ. അതാണ് ഇസ്ലാം ഈ രംഗത്ത് മനുഷ്യനെ പഠിപ്പിക്കുന്നത്. എന്നാൽ ലിബറലിസം പറയുന്നു, ഇവിടെ സെക്സും ജെൻഡറും രണ്ടും രണ്ടാണ്. സെക്സും ജെൻഡറും രണ്ടും രണ്ടാണ്. സെക്സ് എന്നത് ജനന സമയത്ത് മെയിൽ ഫീമെയിൽ എന്ന രണ്ട് വിധത്തിലാകാം. പക്ഷെ ജെൻഡർ ആ രണ്ടിലൊതുങ്ങില്ല. ആ ജെൻഡർ എന്നത് രണ്ടിലൊതുങ്ങില്ല. അത് ജനന സമയത്ത് തീരുമാനിക്കുന്നതൊന്നും അല്ല. ഒരാള് ജനനത്തിൽ ആണായിരുന്നു, 15 വയസ്സായപ്പോഴൊക്കെ തോന്നുകയാണ് എന്നിലുള്ളതൊരു സ്ത്രീയാണ്, എനിക്കൊരു സ്ത്രീയായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ടാകണം. അതേപ്രകാരം ഒരു സ്ത്രീയായി ജനിച്ച, ഫീമെയിലായി ജനിച്ചിരുന്ന ഒരാൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തോന്നുകയാണ് എന്നിലുള്ളതൊരു പുരുഷനാണ്, എനിക്കൊരു പുരുഷനായി ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാകണം. കേരളത്തിലെ പ്രമുഖമായ എറണാകുളത്തെ ഒരു കലാലയത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു പ്രശ്നം നമുക്കറിയാം. പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ അഡ്മിഷൻ ലഭിക്കണമെന്ന് പറഞ്ഞിട്ട് ചെന്നു ഒരാണാണ്, ഞാൻ പെണ്ണാണ്, എന്നിൽ പെണ്ണാണുള്ളത്, LGBTQ+ എന്ന പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. അവർ പറയുന്നു മനുഷ്യന്റെ ജെൻഡർ അത് രണ്ടിലൊതുങ്ങുന്നില്ല. അതിങ്ങനെ ആണും പെണ്ണും മാത്രമല്ല, പിന്നെ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്വയർ, അവിടെ ഒന്നും തീരുന്നില്ല, പ്ലസ് അങ്ങനെ പോവും. പിന്നെ ശവരതി, മൃഗരതി, അങ്ങനെ തുടങ്ങി പലതും. അതുകൊണ്ട് ആണും പെണ്ണും കെട്ട ഒരവസ്ഥയിലേക്ക് ആധുനിക ക്യാമ്പസുകളെ മാറ്റാനുള്ള ശ്രമം, പുതിയ തലമുറയെ വൃത്തികേടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം. പക്ഷെ ഇതൊക്കെ നടന്നിട്ടൊന്നും അവിടെയും നമ്മൾ കാണുന്ന ചില തമാശയുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുസ്ലിം പേരുള്ള 2 പെൺകുട്ടികൾ ഞങ്ങൾക്ക് ഒന്നിച്ചു ജീവിക്കണം, ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. വീട്ടുകാർ എതിർത്തു. അവസാനം കോടതി ഇടപെട്ടു. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് സ്വാഭാവികമായി സ്വന്തം ഇഷ്ടപ്രകാരമുള്ള രീതി തിരഞ്ഞെടുക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2 പേരും വിവാഹിതരായി മുന്നോട്ട് പോയി. 2 പുരുഷന്മാരും അതേപോലെ വിവാഹം ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? അവർക്കൊരു കുട്ടി വേണമെന്ന ആഗ്രഹം. പക്ഷെ 2ഉം പുരുഷനാണ്. എന്താ ചെയ്തത്? ഒരു വാടക ഗർഭപാത്രം, ഒരു സ്ത്രീയുടെ ഗർഭപാത്രം വാടകക്കെടുത്തിട്ട് ഇതിൽ ഒരാളുടെ ബീജത്തെ നിക്ഷേപിച്ചിട്ട് ഒരു കുഞ്ഞുണ്ടായി. അതിനെന്താ അർത്ഥം? കുഞ്ഞുണ്ടാകാൻ ആവശ്യമായ പ്രകൃതി നിയമം ഗർഭപാത്രം ഉണ്ടാവുക എന്നുള്ളതാണ്. ലോകത്തിന്റെ സൃഷ്ടാവ് വെച്ചിട്ടുള്ള വ്യവസ്ഥയാണ്. ആണും പെണ്ണും, ഇലക്ട്രോണും പ്രോട്ടോണും, പോസിറ്റീവും നെഗറ്റീവും, ക്വാർക്കും ആന്റി ക്വാർക്കും, ന്യൂട്രോൺ, അതുപോലെ പ്രോട്ടോൺ തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒക്കെ ഈ പ്രപഞ്ചത്തിലെ ഇണതത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവിധാനമാണ്.
ആ വ്യവസ്ഥയെ പാലിച്ചുകൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് നീങ്ങേണ്ടത്. അതിനു പകരം ആണും പെണ്ണും കെട്ടൊരവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ലിബറലിസം എന്ന പേരിൽ ഈ പുതിയ വാദഗതിയുമായി വന്നിട്ടുള്ള ആളുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ എതിർക്കേണ്ടത് ഒരു മതവിഭാഗത്തിൻ്റെ ഒരു സംഘടനയുടെ മാത്രം ആവശ്യമല്ല. നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദാമ്പത്യം ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് വിവാഹം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അതിൻ്റെ ദുരന്തങ്ങളോ ഞാൻ ഓർത്തു പോകുന്ന ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ വെച്ചൊരു സുഹൃത്ത് പറഞ്ഞു, ജപ്പാനിൽ സന്ദർശനം നടത്തിയൊരു സുഹൃത്ത്, ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പ്രദേശത്ത് 30 വയസ്സിന് താഴെയുള്ള ആളുകളില്ല. എന്തേ കാരണം? ലിവിങ് ടുഗദറാണ്. ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്നു, വിവാഹം വേണ്ടെന്ന് തീരുമാനിക്കുന്നു, രണ്ടുപേരും ജോലിക്ക് പോകുന്നു, മക്കളില്ല. അതുകൊണ്ട് ആ പ്രദേശത്ത് 30 വയസ്സിന് താഴെയുള്ള ആളുകളില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു, ജപ്പാൻ എന്ന രാഷ്ട്രം സമീപഭാവിയിൽ ലോകത്ത് നിഷ്കാസനം ചെയ്യപ്പെടും. കാരണം ലിവിങ് ടുഗദർ ഒരു സംസ്കാരമായി വന്നപ്പോ. ചൈന എന്ന രാജ്യം രണ്ടാമത്തെ കുഞ്ഞുണ്ടായാൽ ശിക്ഷ നടപ്പാക്കിയിരുന്ന രാജ്യം രണ്ടാമത്തെ കുഞ്ഞുണ്ടാകുന്നവർക്ക് സമ്മാനം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം പട്ടാളത്തിൽ ചേരാൻ പോലും ആളുകളില്ലാത്തൊരവസ്ഥയിലേക്ക് സാമൂഹ്യ വ്യവസ്ഥ നീങ്ങിയപ്പോൾ. അതുകൊണ്ട് ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യ ജീവിതത്തിൽ സംവിധാനിച്ച വിവാഹ ജീവിതം, കുടുംബ ജീവിതം, ലൈംഗിക ജീവിതത്തിലെ ധാർമ്മികത മനുഷ്യന്റെ സമാധാനപൂർണമായ നിലനിൽപ്പിന് അനിവാര്യമായ കാര്യമാണ്. അതിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടുന്ന, ആശയപരമായി അതിനെ എതിർക്കേണ്ടുന്ന ബാധ്യത മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന, മൂല്യങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുടെ ബാധ്യതയാണ്. രണ്ടാമത്തൊരു വിഷയം ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വിമർശിക്കപ്പെടാറുള്ള കാര്യം നമുക്കറിയാം, സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ വാമഭാഗമായ നേർപകുതിയാകുന്ന സ്ത്രീ, അവളെ ഒരു നീണ്ട കരിമ്പടത്തിനുള്ളിൽ പൊതിഞ്ഞ് അവളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ച് സ്വത്ത് അവൾക്ക് കൊടുക്കാതെ ജീവിതത്തിന്റെ സകല മേഖലകളിലും പിറകോട്ട് നയിക്കുകയാണ് ഈ ആളുകൾ. 14 നൂറ്റാണ്ടുമുള്ള ഒരു കിതാബാണ് അവർക്കുള്ള പ്രമാണം. 14 നൂറ്റാണ്ട് മുമ്പുള്ള ഗോത്ര സംസ്കാരത്തിന്റെ ആശയമാണ് അവർ ജനങ്ങളോട് ഇന്നും പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ, ഇന്റർനെറ്റിന്റെ ഈ യുഗത്തിൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നു. എന്താണ് സഹോദരങ്ങളെ വസ്തുത? നമുക്കറിയാം, മഹാനായ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മുമ്പിലേക്ക് ഇസ്ലാം എന്ന സമർപ്പണത്തിന്റെ സന്ദേശവുമായി കടന്നു വന്നപ്പോ അന്നത്തെ സാമൂഹിക ജീവിതത്തിൽ സ്ത്രീ അടിച്ചമർത്തപ്പെട്ടവളായിരുന്നു. ജനിച്ച കുഞ്ഞ് പെണ്ണാണെന്ന കാരണത്താൽ മാത്രം ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ടവളായിരുന്നു. വിശുദ്ധ ഖുർആൻ കാര്യം എടുത്തു പറയുന്നുണ്ട്. വഇദാ ബുശിറ അഹദുഹും ബിൽഉൻസാ വല്ല വജ്ഹു മുസ്വദ്ദൻ വഹുവ ഖദീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശിറ ബി അയുംസികു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്. ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അപമാന ഭാരത്താൽ മുഖം വിവർണമായി തീർന്നു അവരുടെ. എന്നിട്ട് അവർ ചിന്തിച്ചത് അപമാനം സഹിച്ച് കുഞ്ഞിനെ വളർത്തണമോ അതോ ജീവനോടുകൂടി കുഴിച്ചു മൂടണമോ എന്നായിരുന്നു. അവരെ മാറ്റിയെടുത്തു മഹാനായ പ്രവാചകൻ വിശുദ്ധ ഖുർആനിലെ വചനം ഉപയോഗിച്ച്. 81-ാമത്തെ അധ്യായം 8-9 വചനങ്ങൾ. ഈ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി മരണാനന്തര ലോകത്ത് ഹാജരാക്കപ്പെടും. എന്തൊരു തെറ്റിന്റെ പേരിൽ കുഴിച്ചു മൂടപ്പെട്ടു എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പരലോകമുണ്ട് എന്നവരെ പഠിപ്പിച്ചു. മാത്രമല്ല, സ്വത്തിന്റെ അവകാശം, സ്വത്തവകാശം സ്ത്രീക്ക് നൽകി. 4-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം അവതരിപ്പിച്ചുകൊണ്ട് ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ. മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോകുന്ന സമ്പത്തിൽ പുരുഷന്മാർക്ക് അവകാശമുണ്ട്, വിഹിതമുണ്ട്. സ്ത്രീകൾക്കും അവരുടെ സമ്പാദ്യത്തിന്റെ വിഹിതമുണ്ട് എന്ന് വിശദീകരിച്ചു. മാത്രവുമല്ല, പുരുഷനെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ ഒരു നായക സ്ഥാനം സ്വാഭാവികമായി അവന് നൽകി. അതെന്തുകൊണ്ടാ? ലിർരിജാലി ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. കുടുംബത്തിന്റെ നാഥൻ സ്ത്രീകളുടെ മേൽ ഭരണാധികാരിയായിട്ട് പുരുഷനെ നിയോഗിച്ചു. എന്തുകൊണ്ട്? ഒന്ന്, അവരിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ സവിശേഷതയുണ്ട്. ശാരീരികമായ സവിശേഷത, സ്വഭാവപരമായ സവിശേഷത. കുടുംബത്തിന്റെ നായക സ്ഥാനം കൈകാര്യം ചെയ്യുക എന്ന ഉത്തരവാദിത്തം അത് പുരുഷനെ ഏൽപ്പിച്ചു. പക്ഷെ അധികാരം ഏൽപ്പിച്ചത് ഇണയെ അടിച്ചൊതുക്കാനല്ല, അവളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാനല്ല,
മറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങളിൽ പുരുഷന്മാരിൽ അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. നിങ്ങളിൽ പുരുഷന്മാരിൽ വിശ്വാസത്തിന്റെ പൂർത്തീകരണം നേടിയവൻ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. നിങ്ങളിൽ ഏറ്റവും മാന്യൻ തൻ്റെ ഇണയോട്, തൻ്റെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നതാണ്. നീ ഭക്ഷിക്കുന്നത് അവളെ ഭക്ഷിപ്പിക്കണം, നീ ധരിക്കുന്നത് അവളെ ധരിപ്പിക്കണം. മുഖത്തടിക്കുകയോ വൈരൂപ്യമുണ്ടാക്കുന്ന ശിക്ഷാമുറകൾ അവളുടെ നേരെ സ്വീകരിക്കുകയോ ചെയ്യരുത് എന്ന് പഠിപ്പിച്ചു. സ്ത്രീയെ ആദരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഉമ്മ എന്നുള്ള നിലക്ക് ആ സ്ഥാനം വകവെച്ചു കൊടുക്കാൻ, ആദരിക്കാൻ. ഫല തഖുല്ലഹുമാ ഉഫ് എന്ന വാക്ക് പോലും മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി പറയാതെ, ആ മാതാപിതാക്കളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനം 4 തവണയിൽ 3 തവണയും ഏറ്റവും പ്രധാനമായി നിന്റെ ഉമ്മയോടാണ് ഏറ്റവും വലിയ ബാധ്യത എന്ന് പഠിപ്പിച്ചു. ഭാര്യ എന്നുള്ള നിലക്ക് അവൾക്കുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. മകൾ എന്ന നിലക്ക് സ്നേഹം നൽകാൻ, സുരക്ഷിതത്വം നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. സ്ത്രീയെ ഒരു നിലക്കും താഴ്ത്തിക്കെട്ടിയില്ല. ആരാധനാലയത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തു. ബാബുൻ നിസാ എന്ന പേരിൽ പ്രവാചകന്റെ പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായ കവാടം വരെ നൽകപ്പെട്ടു. യുദ്ധഭൂമിയിൽ ശുശ്രൂഷകരായി അവർ പങ്കെടുത്തു. അവരെ ലഭിക്കണമെങ്കിൽ വിവാഹമെന്ന പരിശുദ്ധമായ കർമ്മത്തിലൂടെയാകണം. അതിനെന്തു വേണം? സംതൃപ്തമായ രൂപത്തിൽ അവർക്ക് വിവാഹമൂല്യം നൽകണം. ഡിസ്പോസിബിളിന്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പോലും ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സംസ്കാരം ഇന്ന് നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ദാമ്പത്യത്തിൽ അത് പാടില്ല. രണ്ടുപേരെ സാക്ഷിയാക്കി പെൺകുട്ടിയെ വളർത്തിയ ഉപ്പയുടെ കൈപിടിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ച് സംതൃപ്തമായ നിലക്ക് മഹർ അവൾക്ക് നൽകി ആദരവോടെ സ്വീകരിക്കേണ്ടതാണ് നീ അവളെ. എന്നിട്ട് അവൾക്ക് സ്നേഹം നൽകി സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരേണ്ടതാണ്. കുടുംബജീവിതത്തിലെ സാമ്പത്തിക ബാധ്യത അവൾക്കില്ല. എന്നിട്ട് പോലും സ്വത്തിന്റെ പകുതി അവൾക്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചു. താഴ്ത്തിക്കെട്ടിയതല്ല, ഉയർത്തി കാണിക്കാൻ വേണ്ടി. അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുന്നതോടൊപ്പം സ്വത്തിന്റെ സമ്പാദ്യത്തിന്റെ വിഹിതവും അവൾക്ക് നൽകണമെന്ന് പഠിപ്പിച്ചു. എന്നാൽ ചില ആളുകൾ ഉദ്ദേശിക്കുന്ന പോലെ അഴിഞ്ഞാട്ടത്തിന് ഇസ്ലാം സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകിയില്ല. അവളോട് പ്രത്യേകമായ വസ്ത്രം ധരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വസ്ത്രവുമായി ബന്ധപ്പെട്ട് സ്ത്രീയുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ 2 പദപ്രയോഗങ്ങൾ നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. 1-ാമത്തെ അധ്യായം 187-ാമത്തെ വചനം, ഹുന്ന ലിബാസുൽ ലക്കും വ അൻതുൽ ലിബാസുൽ ലഹുന്ന. നിങ്ങൾ അവരുടെ വസ്ത്രമാണ്, അവർ നിങ്ങളുടെയും വസ്ത്രമാണ്. ദാമ്പത്യത്തെ വസ്ത്രത്തോട് ഉദാഹരിച്ചു. വസ്ത്രത്തിന്റെ 3 ലക്ഷ്യങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. യാ ബനി ആദമ ഖദ് അൻസൽന അലൈക്കും ലിബാസ്. വസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ 1 അലങ്കാരമാണ്, 2 നഗ്നത മറച്ചു വെക്കലാണ്. മറ്റൊരു വചനത്തിലൂടെ തഖീകുമുൽ ഹർറ വ തഖീകും ബഅസകും, ചൂടിനെയും പ്രയാസങ്ങളെയും തടയാനുള്ള പ്രതിരോധം എന്ന ലക്ഷ്യം. ഈ 3 ലക്ഷ്യമാണ് വസ്ത്രത്തിനുള്ളത്. ആ ഭൗതിക വസ്ത്രത്തോടാണ് ദാമ്പത്യത്തെ അള്ളാഹു ഉദാഹരിച്ചത്. പരസ്പരം മൂടിവെക്കേണ്ടത് മൂടിവെക്കാൻ, സൗന്ദര്യ സംവർദ്ധകമായി പ്രവർത്തിക്കാൻ, പ്രാതുകൂല്യങ്ങളിൽ പരസ്പരം പ്രതിരോധത്തിന്റെ കവചമായി നിലകൊള്ളാൻ, അതിനുള്ളതാണ് ദാമ്പത്യം. അതുകൊണ്ട് പുരുഷന്റെ വസ്ത്രമാണ് സ്ത്രീ, സ്ത്രീയുടെ വസ്ത്രമാണ് പുരുഷൻ എന്ന വിശാലമായ പദപ്രയോഗത്തിലൂടെ ചിന്തനീയമായ നിലക്ക് മനുഷ്യരുടെ മുമ്പിൽ അള്ളാഹു ഉദാഹരിച്ചു. 2, സ്ത്രീയുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായൊരു വസ്ത്രത്തെക്കുറിച്ച് കൽപ്പിച്ചു. പുരുഷന്റേതിൽ നിന്ന് വ്യത്യസ്തമായി മുഖവും മുൻകൈയും നിർബന്ധപൂർവം അവൾ മറച്ചു വെക്കണം. ശിരോവസ്ത്രം അണിഞ്ഞ മാത്രം പോരാ, ശിരോവസ്ത്രങ്ങൾ മാറിലേക്ക് താഴ്ത്തിയിടട്ടെ. എന്തിനു വേണ്ടിയാണ് സ്ത്രീയോട് പ്രത്യേകമായ വസ്ത്രം ധരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്? 2 ലക്ഷ്യങ്ങളാണുള്ളത്. 1, അവർ തിരിച്ചറിയപ്പെടാൻ, സ്ത്രീയുടെ ഐഡന്റിറ്റി. 2, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ. അംഗലാവണ്യങ്ങളെ പ്രദർശിപ്പിച്ച് നടക്കുന്നതിന് പകരം പ്രത്യേകമായ വസ്ത്രധാരണ രീതി, ലൂസായ വസ്ത്രങ്ങൾ ധരിച്ച് സുരക്ഷിതത്വത്തിന്റെ ഒരു കവചത്തിലാകണം അവൾ. എന്നാൽ
മണിയറയിൽ സുഗന്ധം ഉപയോഗിക്കാൻ, ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട അവളുടെ ശരീരത്തെ പ്രദർശിപ്പിക്കാൻ സ്വാതന്ത്ര്യം നൽകി. പുറത്തു പോകുമ്പോൾ അവൾ ഈ തിരിച്ചറിയപ്പെടാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും സഹായകമാകുന്ന വസ്ത്രം ധരിച്ചിരിക്കണമെന്ന് കൽപ്പിച്ചു. ആ വസ്ത്രം വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്ക് അവൾക്ക് തടസ്സമല്ല. ആ വസ്ത്രം ദീനു പഠിക്കുന്നതിൽ അവൾക്ക് തടസ്സമല്ല. ആ വസ്ത്രം സമൂഹത്തിൽ ആവശ്യമാകുന്ന സേവന കർമ്മ മേഖലകളിൽ ഇറങ്ങിത്തിരിക്കുന്നതിന് അവൾക്ക് തടസ്സമല്ല. ആ വസ്ത്രം കുടുംബത്തിന്റെ നായികയായി വീട്ടിൽ പ്രവർത്തിക്കുന്നതിൽ അവൾക്ക് തടസ്സമല്ല. നന്മയുടേതായ ഏതൊക്കെ മേഖലകളുണ്ടോ അവിടെ മാതൃകാപരമായ തൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിൽ ആ വസ്ത്രം അവൾക്ക് തടസ്സമല്ല. എന്നാൽ ഈ വസ്ത്രം തടസ്സമായിട്ടുള്ള ചില ആളുകളുണ്ട്. ആരാണവർ? സ്ത്രീയുടെ സൗന്ദര്യം വിൽപ്പന ചരക്കാക്കാൻ ആഗ്രഹിക്കുന്ന പരസ്യ കമ്പനികൾ, സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ വിറ്റ് കോടികൾ കാശുണ്ടാക്കുന്ന, ലോകത്തെ മാർക്കറ്റ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളുടെ വിൽപ്പനക്കാർ, അവരൊക്കെ വിളിച്ചു പറയും, ഇവിടെ ഈ വസ്ത്രം നൽകിയിട്ട് ഇസ്ലാം സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു വെക്കുകയാണ്, ഇസ്ലാം സ്ത്രീയുടെ പുരോഗതിക്ക് തടസ്സമാണ്. 14 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു കിതാബ് ഈ ഇന്റർനെറ്റിന്റെ യുഗത്തിലും സ്ത്രീയെ അവളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ട് നിലനിൽക്കുകയാണ്. ഗോത്ര സംസ്കാരത്തിന്റെ കാലഘട്ടത്തിലുള്ള 16-ാം നൂറ്റാണ്ടിലെ അതേ അവസ്ഥയിൽ ഇന്നേയും സ്ത്രീയെ തളച്ചിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സത്യമല്ല സഹോദരങ്ങളെ, സ്ത്രീയുടെ ഒരു സ്വാതന്ത്ര്യത്തെയും ഇസ്ലാം തടഞ്ഞു വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ശരി ഏതാണ് തെറ്റ് അത് മനുഷ്യനല്ല തീരുമാനിക്കേണ്ടത്. അങ്ങനെ മനുഷ്യൻ തീരുമാനിച്ചതാണ് ഭൗതിക പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടു പോകാൻ കാരണം. ഈ ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തന തത്വം ആരാ തീരുമാനിക്കുക? ഇത് കേടുവന്നാൽ ആർക്കാണ് നന്നാക്കാൻ സാധിക്കുക? ഇത് കേടുവരുമ്പോൾ അത് നന്നാക്കുന്നതിന് ആവശ്യമായ പ്രിൻസിപ്പിൾസ് ഇതിന്റെ നിർമ്മാണത്തിന്റെ കമ്പനി തന്നെ കാറ്റലോഗായിട്ട് തന്നിട്ടുണ്ടാകും. മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുക മനുഷ്യനെ കുറിച്ചറിയുന്ന അവന്റെ സൃഷ്ടാവിനാണ്. അതുകൊണ്ട് ആ സൃഷ്ടാവ് മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു കാറ്റലോഗ് ഉണ്ട്. മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ രംഗത്തേക്കും ആവശ്യമുള്ള മാർഗനിർദ്ദേശങ്ങൾ, അതാണ് വിശുദ്ധ ഖുർആൻ എന്ന അള്ളാഹുവിന്റെ വചനം. അതുകൊണ്ട് ഈ വിഷയത്തിലും ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ പഠിപ്പിക്കുന്നത് ക്രിയാത്മകമായ, ബുദ്ധിപരമായ, ഏത് കാലഘട്ടത്തിലേക്കും അനുയോജ്യമായ ആശയമാണ്. പിന്നെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇന്ന് പലപ്പോഴും വിമർശിക്കപ്പെടാറുള്ള മറ്റൊരു മേഖല ഇസ്ലാമിലെ ശിക്ഷാമുറകളെ സംബന്ധിച്ചാണ്. മോഷ്ടിച്ചവൻ്റെ കൈമുറിക്കുന്ന, വ്യഭിചരിച്ചവനെ എറിഞ്ഞുകൊല്ലുന്ന, അത്തരത്തിലുള്ള തിന്മകൾ പ്രവർത്തിച്ച ആളുകളെ ശിക്ഷിക്കുക, ഇത് ക്രൂരതയാണ്, ഇത് കാടത്തമാണ്, ഇത് മനുഷ്യത്വത്തിന് യോജിക്കുന്നതല്ല എന്ന വിധത്തിൽ. പക്ഷെ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ നാട്ടിൽ ഇന്നൊക്കെ അവസ്ഥ എന്താണ്? 2-3 ദിവസം പട്ടിണിക്കിട്ട് അടിച്ചു കൊന്നാലും തൂക്കി കൊന്നാലും ഒന്നും ഒരു പ്രശ്നവുമില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്കൊക്കെ കിട്ടിയ ഒരു ജീവപര്യന്തം തടവാണ്. അതൊരു 10-12 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ഇറങ്ങിപ്പോരാൻ പറ്റും. നമ്മുടെ നാട്ടിൽ എത്രയൊക്കെ അക്രമങ്ങൾ നടന്നു. നേരെ മറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ, പത്രകോളങ്ങളിൽ നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്, കടയിൽ ചെന്നിട്ട് ആ കടമുടമയെ വെടിവെച്ച് കൊന്ന മനുഷ്യനെ തൊട്ടടുത്ത ദിവസം കൊണ്ടുവന്ന് പരസ്യമായി അതേ ശിക്ഷ അയാളുടെ പേരിൽ നടപ്പാക്കുകയാണ്. അതുകൊണ്ട് എന്തുണ്ട്? പഠനങ്ങൾ വ്യക്തമാക്കുന്നു, ഇസ്ലാം നിർദ്ദേശിക്കുന്ന ശിക്ഷാമുറകൾ നടപ്പാക്കിയ സ്ഥലങ്ങളിൽ കുറ്റകൃത്യങ്ങളുടെ തോതിൽ ഗണ്യമായ കുറവുണ്ട് എന്നുള്ളത്. അള്ളാഹുവിനെ ഭയപ്പെടുന്നതോടൊപ്പം തന്നെ നടപ്പാക്കപ്പെടുന്ന നിയമാവലിയെക്കുറിച്ചുള്ള ഭയവും മനുഷ്യനെ നല്ലവനായി ജീവിക്കാൻ പ്രേരിപ്പിക്കും. ഇവിടെ വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നീതിയെ മുറുകെ പിടിക്കുന്നവരാകണം എപ്പോഴും. യാ അയ്യുഹല്ലദീന ആമനു കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നേരെ ചൊവ്വെ നിലകൊള്ളുന്ന, നീതിയെ മുറുകെ പിടിക്കുന്ന ആളുകളാകണം നിങ്ങൾ. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു ജനതയോടുള്ള വിദ്വേഷം അവരോട് നീതി പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാതിരിക്കട്ടെ. നീതിപൂർവമായ നിലപാടാകണം ഏത് വിഷയത്തിലും നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അത് നടപ്പാക്കി പ്രവാചകൻ. മോഷണം നടത്തിയ ഉന്നത കുലജാതയായ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ ശിക്ഷാമുറകൾ നടപ്പാക്കുന്നതിൽ നിന്ന് അവളെ ഒഴിവാക്കാൻ റെക്കമെൻഡുമായി തൻ്റെ മുന്നിൽ വന്ന ആളുകളോട്
എൻ്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാലും അവളുടെ കരം ഞാൻ മുറിക്കുമെന്ന് പ്രഖ്യാപിച്ചു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്നതോ, ഭീകരതക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞ് അഫ്ഗാനിലെ ഭരണകൂടത്തെ തൂത്തെറിഞ്ഞവർ, ഇറാഖിന്റെ മണ്ണ് കൊള്ളയടിച്ച ആളുകൾ, അതേ ആളുകൾ തന്നെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ മേലെ ബോംബ് വർഷിക്കുന്ന ആളുകളെ പിന്തുണച്ചുകൊണ്ടേയിരിക്കുന്നു. 27,000-ലേറെ വരുന്ന ആശുപത്രിയിൽ കിടക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മരണപ്പെട്ടിട്ടും ഇന്നും അതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി നടക്കുന്നു. ലോകത്തിന്റെ മുമ്പിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ രക്ഷിതാവ് പഠിപ്പിച്ചൊരു വാക്കുണ്ട്: നിന്റെ സ്വന്തത്തിനെതിരാണെങ്കിലും നിന്റെ മാതാപിതാക്കൾക്കെതിരെയാണെങ്കിലും നീ നീതിയുടെ മാർഗമായിരിക്കണം മുറുകെ പിടിക്കേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് അനീതിക്കെതിരെ ശബ്ദിക്കുന്നിടത്ത് ഇസ്ലാം എന്നും മുന്നിലുണ്ടായി തീർന്നിട്ടുണ്ട്. ആ ഇസ്ലാം, അതിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ശിക്ഷാമുറകൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് 2-ാമത്തെ അധ്യായം 179-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നു: വലകും ഫിൽ ഖിസാസി ഹയാതുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലകും തത്തഖൂൻ. ഇസ്ലാമിക നിയമം, ഒരാൾ കൊല ചെയ്താൽ ആ കൊലയാളിയെ തിരിച്ച് കൊല നടത്തുക, അത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് ആ ശിക്ഷ നടപ്പാക്കൽ. അങ്ങനെ കൊലക്കു പകരം കൊല എന്ന ആ നിയമവ്യവസ്ഥയിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്. അഥവാ ശിക്ഷാമുറകൾ കൃത്യമായി നടപ്പാക്കപ്പെടുമ്പോൾ ആ സമൂഹത്തിൽ സമാധാനമുണ്ടാകും, സുരക്ഷിതത്വമുണ്ടാകും. രാഷ്ട്രീയ സ്വാധീനം കൊണ്ട്, പാർട്ടിയുടെ പിൻബലം കൊണ്ട്, പണത്തിന്റെ പിൻബലം കൊണ്ട് ഏതൊരാൾക്കും രക്ഷപ്പെടാവുന്ന ഒരു വ്യവസ്ഥ വന്നാൽ അവിടെ നീതി ചുട്ടു ചാമ്പലാക്കപ്പെടും, അവിടെ അരാജകത്വം വാഴും. അതാണ് ഇന്ന് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നീതി നടപ്പാക്കപ്പെടുന്നിടത്താണ് നിങ്ങൾക്ക് ജീവിതമുള്ളത് എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം എന്നും അർത്ഥവത്തായ പ്രഖ്യാപനമാണ്. സഹോദരങ്ങളെ, എൻ്റെ സമയം അവസാനിക്കുകയാണ്. ഞാൻ ചുരുക്കി സൂചിപ്പിക്കട്ടെ, എന്താണ് ഈ ഇസ്ലാം? മനുഷ്യരുടെ മുമ്പിൽ വളരെ വ്യക്തമാക്കപ്പെട്ട, സൂര്യപ്രകാശം പോലെ പച്ചവെള്ളം പോലെ വ്യക്തമായ ഒരാശയം. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്റത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാ ദാലിക അദ്ദീനുൽ ഖയ്യിം വലകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. നീ നിന്റെ മുഖത്തെ തിരിക്കണം ഏതിലേക്ക്? ലോകത്തിന്റെ രക്ഷിതാവ് ഏതൊരു പ്രകൃതിയിൽ നിന്നെ സൃഷ്ടിച്ചോ ആ പ്രകൃതിയുടെ നേർക്ക് നീ തിരിക്കണം. ആ പ്രകൃതിക്ക് യാതൊരു മാറ്റവും ഇല്ല. പടച്ചതമ്പുരാന്റെ സൃഷ്ടി വ്യവസ്ഥ, ആ സൃഷ്ടി വ്യവസ്ഥക്ക് പറയുന്ന പേരാണ് ഇസ്ലാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂര്യൻ മുസ്ലിമാണ്. കാരണം സൂര്യൻ അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ച് മാത്രമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമർപ്പണമാണ് ഇസ്ലാം. ചന്ദ്രൻ മുസ്ലിമായി, കാരണം അത് അള്ളാഹുവിൻ്റെ നിയമാവലി പാലിച്ച് ജീവിച്ചു. ലോകത്തെ മുഴുവൻ മനുഷ്യരും ആ നിയമാവലി പാലിക്കുന്നതിനെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്ത് കുടിക്കണം, എന്ത് കുടിക്കരുത്, എന്ത് തിന്നണം, എന്ത് തിന്നരുത്, എന്ത് വാങ്ങണം, എന്ത് വാങ്ങരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത് എന്നിങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായ മാർഗദർശനം. ആ മാർഗദർശനമാണ് ഇസ്ലാം. വിശദമായി സംസാരിക്കാൻ സമയപരിമിതി അനുവദിക്കുന്നില്ല, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലേക്കും. അതുകൊണ്ട് ഈ മഹത്തായ ആശയത്തെ തിരിച്ചറിയണമെന്നാണ് നന്മയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. മഹത്തായ ഇസ്ലാഹി പ്രസ്ഥാനമെന്ന കേരളത്തിലെ നവോത്ഥാന സംരംഭം യഥാർത്ഥ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്ത അടിസ്ഥാനപരമായ കാര്യം? ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനം ഏകദൈവ ആരാധനയും ഏകദൈവത്തോടുള്ള പ്രാർത്ഥനയുമാണ്. പ്രാർത്ഥന തന്നെ ആരാധനയാണ്, പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ് എന്നതാണ് പ്രവാചകന്റെ അധ്യാപനം. അപ്പോൾ പ്രാർത്ഥന സ്രഷ്ടാവായ ഏകനായ നാഥനോട് മാത്രമേ പാടുള്ളൂ. ഖബറുകൾക്ക് സമീപം ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കരുത്, മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കരുത്, പുണ്യസ്ഥലങ്ങളെ പുണ്യവസ്തുക്കളെ മുന്നിൽ വെച്ച് അവയുടെ മുമ്പിലൊന്നും ആരാധന നടത്താൻ പാടില്ല. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, എന്നാൽ നമ്മളെ കാണുന്ന, ഉണ്ണാങ്ങാത്ത, ഉറങ്ങാത്ത, മയങ്ങാത്ത, ആദിയില്ലാത്ത, അന്ത്യമില്ലാത്ത ലോകത്തിൻ്റെ സ്രഷ്ടാവ്, ആ സ്രഷ്ടാവിനോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ, അവന് മാത്രമേ ആരാധന പാടുള്ളൂ എന്ന ലളിതമായ സത്യമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയം. പക്ഷെ അതിൽ നിന്ന് മുസ്ലിം സമൂഹം തന്നെ വ്യതിചലിച്ചു പോയി.
അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു ഗരീബൻ കമാ ബദാ ഫതൂബാ ലിൽ ഗുറബാ. ഇസ്ലാം ആരംഭിച്ചത് അപരിചിതത്വത്തിന്റെ അവസ്ഥയിലാണ്. അതേ അപരിചിതാവസ്ഥയിലേക്ക് ഈ മതം തിരിച്ചു പോകും. അന്ന് നിലനിൽക്കുന്ന അപരിചിതർക്ക് മംഗളം. ആരാണവർ? അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു, അല്ലെങ്കിൽ അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദന്നാസ്. ജനങ്ങൾ ചീത്തയാക്കിയ ഒന്നിനെ നന്നാക്കുന്ന ആളുകൾ. മിൻ സുന്നത്തി, എൻ്റെ ചര്യയിൽ നിന്ന്, പ്രവാചക ചര്യയിൽ ജനങ്ങൾ ഫസാദിലാക്കിയത് ഏതൊക്കെയുണ്ടോ അതിനെ മാറ്റിയിട്ട് ശുദ്ധീകരിച്ച് യഥാർത്ഥ ദീൻ നടപ്പാക്കുന്ന ആളുകൾ, അവർക്ക് മംഗളം, സന്തോഷവാർത്ത എന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ തൗഹീദിൻ്റെ, ഏകദൈവ ആരാധനയുടെ, ഏകദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല. ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലാതിരിക്കാൻ കാരണം പ്രവാചകൻ ആ വിഷയത്തിൽ വിട്ടുവീഴ്ച അനുവദിച്ചിട്ടില്ല എന്നതുകൊണ്ട്. 2, മതപ്രമാണങ്ങൾ എങ്ങനെ ഏത് വിധത്തിൽ സ്വീകരിക്കണം. പ്രവാചകനിൽ നിന്ന് അത് കേട്ട് പഠിച്ച പ്രവാചകന്റെ അനുയായികൾ, ആ മഹാന്മാരായ പൂർവികരായ ആളുകൾ മനസ്സിലാക്കിയ വിധത്തിൽ മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് ആ വിധത്തിലാകണം മതത്തെ വ്യാഖ്യാനിക്കേണ്ടതും ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടതും. മൻഹജുസ് സലഫ് എന്ന് പറയും. അതോടൊപ്പം തന്നെ ഭൗതികമായ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് നമുക്കുണ്ടാകണം. ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. ബ്രിട്ടീഷ് ഭരണം ഈ രാജ്യത്ത് നിലനിന്നിരുന്ന സന്ദർഭം, ഈ രാജ്യത്തെ ജനങ്ങളെ തങ്ങളുടെ അധികാരത്തിൻ്റെ നുകത്തിന് കീഴിൽ തളച്ചിടാൻ വേണ്ടി ബ്രിട്ടീഷ് ഭരണകൂടം ശ്രമിച്ചിരുന്നൊരു സന്ദർഭം. ദേശസ്നേഹികളായ ആളുകൾ മതത്തിൻ്റെ, ജാതിയുടെ വ്യത്യാസമില്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. ആ ഇറങ്ങിത്തിരിച്ച സന്ദർഭത്തിൽ അതിന് മഹത്തായ ആ ദൗത്യത്തിന് നേതൃത്വം നൽകാൻ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് സാധ്യമായി തീർന്നിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് സ്വീകരിക്കേണ്ടുന്ന നിലപാട് അന്നും ഇന്നും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ഈ രാജ്യം ബഹുമത, ബഹുസ്വര സമൂഹമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കാത്ത, സമാധാനം ആഗ്രഹിക്കുന്ന, മതേതരത്വത്തെ സ്നേഹിക്കുന്ന, ബഹുത്വത്തെ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളുമായി ഒത്തൊരുമിച്ച് പോകുന്ന നിർമ്മാണാത്മകമായ, ക്രിയാത്മകമായ ഒരു സമീപനമാണ് രാഷ്ട്രീയ രംഗത്ത് സ്വീകരിക്കേണ്ടത് എന്ന് ഈ പ്രസ്ഥാനം എന്നും സമൂഹത്തോട് ഉറക്കെ പറഞ്ഞു. നമുക്കറിയാൻ സാധിക്കും, കാണാൻ സാധിക്കും, 1915-16 കാലഘട്ടത്തിൽ ആനി ബസന്റിന്റെ നേതൃത്വത്തിലുള്ളായിരുന്ന ഹോം റൂൾ പ്രസ്ഥാനം അതിശക്തമായി തീരുകയും ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനം കേരളത്തിൽ അതിശക്തമായി തീരുകയും ചെയ്ത സന്ദർഭം, മലബാറിൽ പ്രത്യേകിച്ചും MP നാരായണ മേനോന്റെ കൂടെ കോൺഗ്രസിന്റെ പ്രവർത്തന രംഗത്തേക്ക് സജീവമായി ഇറങ്ങിത്തിരിച്ചു മഹാനായ മർഹൂം കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി എന്ന പണ്ഡിതൻ. ആ സന്ദർഭത്തിൽ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് അതിമഹത്തായ നവോത്ഥാന പ്രവർത്തനങ്ങൾ ഉണ്ടായിത്തീരുന്നത്. മഹാനായ പിൽക്കാലത്ത് കേരള നിയമസഭാ സ്പീക്കറായി തീർന്ന മർഹൂം സീതി സാഹിബിന്റെയും EK മൗലവിയുടെയും നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ നവോത്ഥാന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടു. അവരാദ്യമായി ചെയ്തത് എന്താണ്? ഭിന്നിച്ചു നിൽക്കുന്ന മുസ്ലിം കുടുംബങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു സംഘടനക്ക് അവിടെ രൂപം നൽകി അതിനൊരു പേര് കൊടുത്തു, ഐക്യസംഘം. 1921 മലബാർ ലഹള എന്ന ബ്രിട്ടീഷുകാർക്കെതിരായ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടന്നു. അതിന് നേതൃത്വം കൊടുത്തു എന്ന കാരണത്താൽ മഹാനായ KM മൗലവി എന്ന പണ്ഡിതനെ, നവോത്ഥാന നായകനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിടികൂടാൻ വേണ്ടി ഉത്തരവ് പുറപ്പെടുവിച്ചു. അദ്ദേഹം കൊടുങ്ങല്ലൂരിലെത്തി. ഈ മഹാന്മാരായ പണ്ഡിതന്മാർ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിലൊരു സംഘടനയ്ക്ക് രൂപം നൽകി, മുസ്ലിം കേരള ഐക്യസംഘം. മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസ, സാംസ്കാരിക മേഖലകളിലുള്ള പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് രൂപം നൽകപ്പെട്ട ഐക്യസംഘം. ആ ഐക്യസംഘത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് 1921 മലബാർ ലഹളയുടെ പശ്ചാത്തലം ഉണ്ടായിത്തീരുന്നത്. ആ സന്ദർഭത്തിൽ KM സീതി സാഹിബും മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജിയും EK മൗലവിയും കട്ടിലശ്ശേരി മൗലവിയും എല്ലാം ചേർന്ന് കൊടുങ്ങല്ലൂരിൽ മഹത്തായ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. അത് കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. 1934 വരെ മുസ്ലിം കേരള ഐക്യസംഘത്തിന്റെ വാർഷിക യോഗങ്ങൾ നടന്നു. ആ സന്ദർഭത്തിൽ തന്നെയാണ് രാഷ്ട്രീയമായ ചില കൊടുങ്കാറ്റുകൾ കേരളത്തിൽ ഉണ്ടാകുന്നത്. 1934 മുമ്പ് മലബാറിൽ സർവേന്ത്യ മുസ്ലിം ലീഗിന് വേരുകൾ ഉണ്ടായിരുന്നില്ല. ഐക്യസംഘത്തിന്റെ പ്രവർത്തകനായിരുന്ന അഡ്വക്കേറ്റ് B പോക്കർ സാഹിബായിരുന്നു മലബാറിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. അങ്ങനെ മുസ്ലിം ലീഗ് ശക്തമായി തീർന്നപ്പോൾ
കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ മുസ്ലിം ലീഗിലേക്ക് നീങ്ങി. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി, KC കോമുക്കുട്ടി മൗലവി, മഹാനായ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, ഈ മൊയ്തു മൗലവി തുടങ്ങിയ ആളുകൾ കോൺഗ്രസ് പക്ഷത്ത് നിന്നു. KM സീതി സാഹിബ്, KM മൗലവി, EK മൗലവി, B പോക്കർ സാഹിബ്, MCC അബ്ദുറഹിമാൻ മൗലവി തുടങ്ങിയ പണ്ഡിതന്മാരും നേതാക്കളും മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് അണിചേർന്നു. രാഷ്ട്രീയ രംഗത്ത് രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് അവർ വെച്ചു പുലർത്തിയിരുന്നത്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുരോഗതിക്ക് മുസ്ലിം ലീഗിന്റെ നയങ്ങളാണ്, അഥവാ സ്വന്തമായി സമുദായത്തിന്റെ പേരിൽ സംഘടിച്ച് പ്രവർത്തിക്കലാണ് നല്ലത് എന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടപ്പോൾ, മറുഭാഗത്തുള്ള ആളുകൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ചേർന്നുകൊണ്ട് ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങലാണ് തീർച്ചയായും അഭികാമ്യം എന്ന് വാദിച്ചു. രണ്ട് കാഴ്ചപ്പാടുകളും നിലനിന്നു. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാജ്യത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ വിഷയത്തിൽ ഇവിടെ ചില ആളുകൾ വോട്ട് ചെയ്യാൻ പാടില്ല, ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കാൻ പാടില്ല, അതൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ രാജ്യത്തിന്റെ പൊതുബോധത്തിന്റെ കൂടെ നിൽക്കാനും സമൂഹത്തിന്റെ നന്മകളുടെ കൂടെ നിൽക്കാനും രാഷ്ട്ര പുനർനിർമ്മാണത്തിന്റെ ഭാഗമാകാനും ഈ സമൂഹത്തോട് ആവശ്യപ്പെട്ട ആളുകളുടെ പിൻതലമുറയാണ് ഇന്നിവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടന. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, മുസ്ലിം ലീഗിന്റെ ശാഖകൾ ഒന്നാമത്തേത് തലശ്ശേരിയിൽ ഉണ്ടായപ്പോൾ അബ്ദുൽ സത്താർ സാഹിബും AK കുഞ്ഞിമായിൻ ഹാജിയുമായിരുന്നു അതിന്റെ ഭാരവാഹികൾ. രണ്ടാമത്തെ ശാഖ തിരൂരങ്ങാടിയിൽ ഉണ്ടായപ്പോൾ KM മൗലവിയും K ഉമർ മൗലവി എന്ന പ്രഗത്ഭരായ രണ്ട് മുജാഹിദ് പണ്ഡിതന്മാരായിരുന്നു അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും. ചുരുക്കത്തിൽ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെയും കേരളത്തിലെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെയും നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു സമയത്ത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്ത് ഈ സമൂഹത്തിന് കൃത്യമായ കാഴ്ചപ്പാട് നൽകാനും മഹത്തായ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. ആ സാർത്ഥകമായ മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ സംഘടന. ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് യഥാർത്ഥ ഇസ്ലാമിക പ്രമാണങ്ങളെ വളച്ചുകെട്ടില്ലാതെ, ചൂഷണങ്ങളില്ലാതെ, പാവപ്പെട്ടവന്റെ പോക്കറ്റടിക്കുന്ന പൗരോഹിത്യത്തിന്റെ പ്രവർത്തനങ്ങളില്ലാതെ വിശുദ്ധ ഖുർആനെയും പ്രവാചകന്റെ വചനങ്ങളെയും ആ അടിസ്ഥാന സ്രോതസ്സുകളിൽ നിന്നുകൊണ്ട് സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്ന ദൗത്യമാണ്. അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെടാറുണ്ട്. സമൂഹത്തെ ബാധിക്കുന്ന ഏതു പ്രശ്നങ്ങളെയും അതിൻ്റെ ഗൗരവത്തോടുകൂടി നോക്കിക്കാണുകയും ഞങ്ങളുടേതായ ദൗത്യമായ രംഗത്ത് നിർവഹിക്കുകയും ചെയ്യാറുണ്ട്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ച പോലെ വിശ്വാസ രംഗത്തുള്ള ചൂഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയതയുടെ മേലങ്കി അണിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ചൂഷണം നടത്താൻ വേണ്ടി പലരും ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നത് പോലും മടവൂരിൽ അന്തിയുറങ്ങുന്ന മഹാനായ ഒരു പണ്ഡിതനാണെന്ന് പറയാൻ മാത്രം അള്ളാഹുവിനെ ചെറുതാക്കി കാണിക്കുകയും ഔലിയാക്കളെ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുക. അതിനെ വിമർശിക്കുമ്പോൾ ഇവർ ഔലിയാക്കളെ ചീത്ത പറയുന്ന കൂട്ടരാണ് എന്ന ആരോപണം ഉന്നയിക്കുക. ഞങ്ങൾ ആരെയും ചീത്ത പറയുന്നവരല്ല. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്ന ലോകത്തിന്റെ രക്ഷകനും ലോകത്തിന്റെ സൃഷ്ടാവും ഉണ്ണാത്ത ഉറങ്ങാത്ത മയങ്ങാത്ത ലോകത്തിന്റെ നിയന്താവുമായ ഏകനായ റബ്ബിന് പകരം ഈ ഭൂമിയിൽ ജീവിച്ച പച്ച മനുഷ്യരെ അവർ മരിച്ച കഴിഞ്ഞ ശേഷം ആ ആളുകൾക്ക് ദിവ്യത്വം കൽപ്പിക്കുന്ന ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനം അതിന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലിബറലിസവും നിരീശ്വരവാദവും മതനിരാസവും പുതിയ തലമുറയെ തെറ്റായ വഴിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനെ സമാധാനത്തിന്റെ ജീവിതം പഠിപ്പിക്കുന്ന, ശാന്തിയുടെ ശാദ്വല തീരത്തേക്ക് നയിക്കുന്ന യഥാർത്ഥ മതത്തെ പരിചയപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മുടേതാണ്. അതോടൊപ്പം നമ്മുടെ നാട് നമുക്കറിയാം, വ്യത്യസ്ത മതവിഭാഗങ്ങൾ സ്നേഹത്തോടുകൂടി കഴിയുന്നൊരു വീട്. ഞാൻ വീട് പൂട്ടിപ്പോരുമ്പോൾ എൻ്റെ വീടിൻ്റെ താക്കോൽ ഞാൻ ഏൽപ്പിക്കാറുള്ളത് എൻ്റെ അയൽവാസിയായ അപ്പുവേട്ടൻ്റെ വീട്ടിലാണ്. ഇന്നലെ എൻ്റെ വീട്ടിൽ കുറച്ചധികം ജോലിക്കാരുണ്ടായപ്പോൾ അവർക്കുള്ള ഭക്ഷണം ഞാൻ പാകം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഓടി വന്നു എൻ്റെ അയൽവാസിയായ ജാനുവേടത്തി എന്നെ സഹായിക്കാൻ, എൻ്റെ ഭാര്യയെ സഹായിക്കാൻ. എനിക്കെൻ്റെ കൃത്യമായ ആശയമുണ്ട്, ആദർശമുണ്ട്. അതൊരാളുടെ മുമ്പിലും ഞങ്ങൾ ആരും പണയപ്പെടുത്തില്ല. എന്നാൽ അയൽവാസിയുടെ മതം ഏതായിരുന്നാലും അയൽവാസി എന്നുള്ള നിലക്കുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നത് ഇസ്ലാമിൻ്റെ നിർദ്ദേശമാണ്.
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മസാല ജിബ്രീലു യൂസീനി ബിൽ ജാർ ഹത്താ ലനന്തു അന്നഹു സയുവരിസഹു. മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അയൽക്കാരനോടുള്ള കടപ്പാടുകളെ കുറിച്ച് എനിക്ക് ഉപദേശം തന്നു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി, ഒരാൾ മരിച്ചാൽ അയൽവാസിക്ക് അയാളുടെ സ്വത്തിൽ അവകാശമുണ്ടാകുമോ എന്ന്. അത്ര വലിയ ബന്ധമായിട്ടാണ് അയൽപക്ക ബന്ധത്തെ ഇസ്ലാം നോക്കിക്കാണുന്നത്. അവിടെ മതത്തിന്റെ വ്യത്യാസമില്ല, ജാതിയുടെ വ്യത്യാസമില്ല. അവന്റെ വിശപ്പ് നമ്മുടെ വിശപ്പാണ്, അവന്റെ സന്തോഷം നമ്മുടെ സന്തോഷമാണ്. എന്നാൽ ആദർശത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം വിട്ടുവീഴ്ച അനുവദിക്കുന്നില്ല. അഥവാ പ്രാർത്ഥന, ആരാധന ലോകത്തിന്റെ സൃഷ്ടാവിന് മാത്രമെന്ന വിഷയത്തിൽ വിട്ടുവീഴ്ച അനുവദിക്കുന്നില്ല. കാരണം അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എല്ലാം നൽകിയിട്ട് അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, തൻ്റെ അടിമക്ക് അള്ളാഹു പോരെ, തൻ്റെ അടിമക്ക് അള്ളാഹു പോരെ. അതിന് മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ അവരുടെ ജീവിതത്തിലെ പരീക്ഷണ സന്ദർഭത്തിൽ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഹസ്ബി അല്ലാഹ് വനിഅ്മൽ വക്കീൽ, എനിക്കല്ലാഹു മതി, കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ എൻ്റെ റബ്ബാണ്. ആ തൗഹീദിൻ്റെ ആദർശം അത് മനസ്സിൻ്റെ ധൈര്യമാണ്, അത് ഹൃദയത്തിൻ്റെ രോമാഞ്ചമാണ്, അത് ജീവിതത്തിലെ പ്രകാശമാണ്. ആ മഹത്തായ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ബഹുമത സമൂഹത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടുന്ന പരസ്പരമുള്ള സൗഹാർദ്ദം, അന്യമതങ്ങളോടുള്ള ആദരവ്. കാരണം ഖുർആനിന്റെ കൽപ്പനയാണ്, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽം. നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോഴും മറ്റുള്ളവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ആരാധ്യൻ അവരും ചീത്ത വിളിക്കാൻ കാരണമാകും. അതുകൊണ്ട് നീ നിന്റെ വിശ്വാസ പ്രമാണത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും ഇതരന്റെ നിലനിൽക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നീ വകവെച്ചു കൊടുക്കണം, അതിനെ നീ ബഹുമാനിക്കണം, ആദരിക്കണം. അതാണ് ഇസ്ലാമിന്റെ കൽപ്പന. അതിന് വിരുദ്ധമായി വെറുപ്പിന്റെ വിത്തുപാകാൻ, പരസ്പരം ശത്രുക്കളായി സംശയത്തിന്റെ പുകമറക്കുള്ളിൽ നിലനിർത്താൻ ഇന്നാളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ ഇന്ന് അധികാരമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ സമൂഹത്തിന്റെ കുഴി തോണ്ടാനാണ് ആ നിലപാട് കാരണമായി തീരുക. അതുകൊണ്ട് വർഗീയതക്കെതിരായ പോരാട്ടം, വിഭാഗീയത വളർത്തുന്നവർക്കെതിരായ പോരാട്ടം, അത് നമ്മുടെ സാമൂഹികമായ വ്യക്തിപരമായ ബാധ്യതയാണ്. അത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എന്നും ഉയർത്തിപ്പിടിച്ചു പോരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ സന്ദേശം, ഇസ്ലാമിനെ നിങ്ങൾ അടുത്തറിയുക. അതിൻ്റെ വ്യത്യസ്ത തലങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്നിവിടെ വിവിധ പ്രഭാഷണങ്ങളിൽ വിശദീകരിക്കപ്പെടുന്നത്. എല്ലാം നിങ്ങൾ കേൾക്കുക. ശരിയെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ ഈ ആശയത്തിൻ്റെ പ്രബോധന മാർഗത്തിൽ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് ഹൃദയപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വസല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.